അത്ഭുതകരമായ ഒരു വാർത്ത ഇന്നലെ വായിച്ചു. 3000 മൈൽ അകലെ ഇരുന്നുകൊണ്ട് ഹൈദരാബാദിലെ രോഗിയെ ചികിത്സിച്ചു റോബോട്ട് വഴി. ചൈനയിൽ ഇരുന്നുകൊണ്ടാണ് കൃത്യം നിർവഹിച്ചത്. വാർത്ത വായിച്ചെങ്കിലും എൻ്റെ തലച്ചോറിനകത്തത് ശരിക്കും ഡൈജസ്റ്റ് ആയിട്ടില്ല. പക്ഷെ വളരെ കൃത്യമായി അവരുടെ ഡോക്ടേഴ്സിൻ്റെ പേരും ഹോസ്പിറ്റലിൻ്റെ പേരും ഒക്കെ ഇട്ടിരിക്കുമ്പം അതൊരു വസ്തുതയാണെന്ന് വിശ്വസിച്ചേ പറ്റൂ. ഹൈദരാബാദിലെ രോഗിക്ക് മൂത്രനാളി പുതുതായിട്ട് വെച്ചുപിടിപ്പിക്കുകയോ റീപ്ലാന്റ് ചെയ്യുകയോ എന്തോ ആണ്. അതിസൂക്ഷ്മമായ ശസ്ത്രക്രിയ. 2 മണിക്കൂർ എന്തേ എടുത്തുള്ളൂ. ഇത്രയും മൈൽ അകലെ ഇരുന്നു കൊണ്ട് റോബോട്ടിനെ നിയന്ത്രിച്ച് ട്രീറ്റ് ചെയ്യാമെന്ന് 2026 നമ്മൾ വായിക്കുമ്പോൾ ഇന്നേക്ക് 3000 കൊല്ലം മുമ്പ് എഴുതിയ തിരുവചനം വായിക്കട്ടെ. ദൈവം തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അയക്കപ്പെടുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം, വിടുവിക്കുന്ന വചനം അതിവേഗം ബഹുദൂരം സഞ്ചരിച്ച് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടൊരു സാരോപദേശം പറയുന്ന ചാനലല്ലിത്, അത്ഭുതം പ്രവർത്തിക്കുന്ന ചാനലാണിത്. ചിലർ പറയുന്നു അത്ഭുതങ്ങൾ അവസാനിച്ചുവെന്ന്. അവരോടൊരു ചോദ്യം: അത്ഭുതം ഒരു സീസന്റെ സംഭാവനയാണോ അതോ ദൈവത്തിന്റെ സംഭാവനയാണോ? അത്ഭുതങ്ങളുടെ കാലം അവസാനിച്ചു എന്ന് പറയുന്നവരോട് അത്ഭുതത്തിന്റെ കാലം എന്നൊരു കാലമില്ല, അത്ഭുതത്തിന്റെ ദൈവം എന്നൊരു ദൈവമേ ഉള്ളൂ. അത്ഭുതത്തിന്റെ ദൈവം ഇന്നലെയും ഇന്നും നാളെയും മാറ്റമില്ലാത്തവനായിരിക്കുന്നതിനാൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നൊന്ന് വിശ്വസിച്ചാലോ? ഇന്നൊന്ന് പ്രാർത്ഥിച്ചാലോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ വചനം അതിവേഗം പോകും, ഒത്തിരി ദൂരം പോകും. നിങ്ങൾ കാസർഗോഡോ കാലിഫോർണിയയിലോ കൊറിയയിലോ ഇരുന്നു കൊണ്ട് ഈ വചനം കേട്ടാൽ എനിക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാൽ ഇത് ബഹുദൂരം സഞ്ചരിക്കും, ഇത് അതിവേഗം സഞ്ചരിക്കും, ഇത് അത്ഭുതം സൃഷ്ടിക്കും. ചൈനയിൽ നിന്നുകൊണ്ട് ഹൈദരാബാദിലെ രോഗിയെ തത്സമയം ചികിത്സിക്കാൻ കഴിയുന്ന മെഡിക്കൽ ടെക്നോളജി വരുന്നതിന് എത്രയോ വർഷം മുമ്പാണ് വചനത്തെക്കുറിച്ച് എഴുതിയത്. വചനം അയക്കുമെന്ന്. പ്രിന്റഡായിട്ടുള്ള ബൈബിളിനെ പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായ ആളുകൾ ഒരു പക്ഷേ അയക്കപ്പെടുന്ന വചനത്തെക്കുറിച്ച് അജ്ഞരായിരുന്നേക്കാം. കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ ശുശ്രൂഷയിൽ നിന്നും പറയുന്നു, അയക്കപ്പെടുന്ന വചനത്തിന് അപാര ശക്തിയാണ്. ഇന്ന് ഈ ദൂത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുതം നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരത്ഭുതം ഞങ്ങളുടെ പ്രേക്ഷകരിൽ സംഭവിക്കട്ടെ. 1, 2, 3 പല വീടുകളിൽ അത്ഭുതം നടക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ. ആമേൻ.